ഹായ് ഹലോ, നമുക്ക് ഈശോയുടെ തിരുവചനത്തെ പറ്റി ചിന്തിക്കാം. വചനം മാംസമായി നമ്മളിൽ വസിച്ചു, അതാണ് നമ്മുടെ ഈശോ. ആ മാംസം ധരിച്ച വചനത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു. ഹെബ്രായരുടെ പുസ്തകത്തിലും വെളിപാടിൻ്റെ പുസ്തകത്തിലും പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത് വചനം സജീവവും ഊർജ്ജസ്വലവും സന്ധിബന്ധങ്ങളിലും ആത്മാവിലും മജിലും തുളച്ചു കയറാൻ ശക്തിയുള്ള വാളാണെന്നാണ്. ഹൗവയുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നത് കണ്ണിലൂടെയാണ്. ഹൗവയ്ക്ക് കണ്ണിന് കൗതുകകരമായിട്ട് ആ ഫലത്തെ തോന്നിയതിനാലാണ് ഹൗവ ആ ഫലം ഭക്ഷിച്ചപ്പോൾ ഹൗവയ്ക്ക് തോന്നിയത് നാവിന് രുചികരമായിട്ട് തോന്നി. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിലും പാപം കടന്നു വരുന്ന വഴികൾ ഇത് തന്നെയാണ്. കണ്ണിന് കൗതുകകരമായിട്ടും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കൗതുകകരമായിട്ടും പല കാര്യങ്ങൾ തോന്നുമ്പോഴാണ് നമ്മൾ പാപത്തിലോട്ട് വീണു പോകുന്നത്. മനുഷ്യൻ ബലഹീനരാണ് എന്നൊരു തിരിച്ചറിവും കൂടി നമുക്ക് വചനം വായിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. ശിഷ്യന്മാര് ഈശോയുടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈശോയെ, നീ എന്തുകൊണ്ടാണ് ഉപമകൾ വഴി സംസാരിച്ചത്? അപ്പം ഈശോ പറയുന്ന കാര്യം, അവർ കണ്ണുണ്ടായിട്ട് കാണുന്നില്ല, ചെവി ഉണ്ടായിട്ട് കേൾക്കുന്നില്ല എന്നാണ്. അതെ, അവരുടെ വിശദീകരണം, പഞ്ചേന്ദ്രങ്ങളുടെ വിശദീകരണമില്ല, ഹൃദയകാഠിന്യം ഉണ്ടായിപ്പോയി. ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് പാപത്തെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നു, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന്. അത് ആയതിനാൽ നമുക്ക് ഈ ഒരു നോമ്പ് കാലത്ത് ഈശ്വര തിരുവചനങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ശ്രമിക്കാം. യുവത്വത്തിന് തലമുറ ഏത് രീതിയിൽ പാപത്തെ ഓവർകം ചെയ്യാൻ നോക്കും എന്ന് ചിന്തിച്ചാൽ ഈശോ പറഞ്ഞു തരുന്നു, യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട്. ഈശോയെ, ഈ നോമ്പ് കാലത്ത് അങ്ങയുടെ വചനം ധ്യാനിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.